നമസ്കാരം. പിണറായി വിജയൻ ഇന്നത്തെ തദ്ദേശ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പ് ഫലം പിണറായി വിജയൻ കണ്ടിട്ടുണ്ടാകും. അതോ കണ്ടില്ലെന്ന് നടിച്ചിരിക്കുകയാണോ എന്നറിയില്ല. എന്തായാലും ഇന്നത്തെ കനത്ത തോൽവിയുടെ കാരണഭൂതന്മാരിൽ പ്രധാനി പിണറായി വിജയൻ മാത്രമാണ്. അല്ല, രണ്ടാം വട്ടവും ഇടതുപക്ഷം അധികാരത്തിൽ വന്നപ്പോൾ അത് തൻ്റെ മിടുക്കും മേന്മയും കൊണ്ടാണെന്നാണല്ലോ പിണറായി വിജയനും ഇടതുപക്ഷ അനുഭാവികളും കരുതിയിരുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഹിമാലയൻ തോൽവിയുടെ ഉത്തരവാദിത്വത്തിൻ്റെ വലിയൊരു പങ്ക് പിണറായി വിജയൻ അവകാശപ്പെട്ടതാണ്. അത് പിണറായി വിജയൻ എടുത്തേ മതിയാകൂ. കമ്മി നേതാക്കൾക്കും ലെവലേശം ചിന്താശേഷിയില്ലാത്ത അന്തം കമ്മികൾക്കും ഇപ്പോൾ മനസ്സിലായോ? പെൻഷൻ മുടങ്ങിയ, പ്രതിഷേധങ്ങളിൽ തല്ലിച്ചതയ്ക്കപ്പെട്ട, വിമർശനങ്ങളുടെ പേരിൽ കള്ളക്കേസുകൾ എടുക്കപ്പെട്ട, കേരളിൻ്റെ പേരിൽ കുടിയിറക്കപ്പെട്ട, തുച്ഛമായ വേതന വർധനവിന് വേണ്ടി സെക്രട്ടേറിയറ്റിന് മുന്നിൽ മാസങ്ങളോളം സമരം ചെയ്ത ആശാ വർക്കർമാരുടെ അർഹതപ്പെട്ട ജോലിക്ക് വേണ്ടി സമരം ചെയ്ത് ഒടുവിൽ പ്രാകിക്കൊണ്ട് വീടുകളിൽ പോയ ഉദ്യോഗാർത്ഥികളുടെ ശക്തി ഈ പറഞ്ഞവർക്കൊന്നും പട്ടിയുടെ വിലയല്ലെന്ന് ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ. ഇവിടെ ഏറ്റവും കൂടുതൽ ശക്തിയും അധികാരവും ആർക്കാണെന്നറിയാമോ? നിങ്ങളൊക്കെ പട്ടികളുടെ വില പോലും തരാതിരുന്ന, വെറും നികുതിയൊടുക്കൽ വോട്ട് കുത്തൽ യന്ത്രങ്ങളെന്ന് നിങ്ങൾ കരുതിയ വെറും സാധാരണക്കാരായ വോട്ടർമാരില്ലേ? കരിങ്കല്ല് ചുമന്നും മീൻകുട്ട തലയിൽ ചുമന്നു നടന്നു വിറ്റും അന്യൻ്റെ വീടിൻ്റെ അടുക്കളപ്പുറത്ത് എച്ചിൽ പാത്രം കഴുകുകയും ചെയ്യുന്ന വോട്ടർമാർ, അവരാണ് യഥാർത്ഥ അധികാരികൾ. ചെങ്കടിയെയും പ്രസ്ഥാനത്തെയും നെഞ്ചേറ്റി ഇപ്പോഴും നിങ്ങളുടെയൊക്കെ ഈ അഴിമതികളും നെറികേടുകളും കണ്ടിട്ടും ഇപ്പോഴും പാർട്ടിയോടൊപ്പം നിൽക്കുന്ന അനുഭാവികൾ പോസ്റ്റർ ഒട്ടിച്ചും വീട് വീടാന്തരം കയറിയിറങ്ങി പ്രചാരണം നടത്തിയുമൊക്കെ ജയിപ്പിച്ചു വിട്ട് അധികാരത്തിൽ കയറിയപ്പോൾ പിണറായി വിജയനും CPM നേതാക്കളും കരുതി ആയുഷ്കാലം ഇങ്ങനെ അങ്ങ് സുഖിച്ചു ജീവിക്കാമെന്ന്. ജനങ്ങളുടെ നികുതിപ്പണം എടുത്ത് കുഞ്ഞുകുട്ടി പരാധീനങ്ങളെ അടക്കം കൂട്ടി വിദേശ സർക്കിട്ട് അടിക്കാമെന്ന്. ഇതങ്ങനെ തലമുറകളോളം തുടരാമെന്ന് കരുതി അല്ലേ? ഇപ്പോൾ മനസ്സിലായോ? സാധാരണക്കാരെ വിരട്ടിയും നാക്ക് തള്ളിപ്പിടിച്ചും കണ്ണുരുട്ടി കാണിച്ചും പോലീസിനെ കൊണ്ട് കള്ളക്കേസ് എടുപ്പിച്ചും DYFI SFI ഗുണ്ടകളെ കൊണ്ട് തെറി വിളിപ്പിച്ചും കയ്യേറ്റം ചെയ്യിപ്പിച്ചും ഉള്ള കാലം മുഴുവൻ അധികാരത്തിലിരിക്കാമെന്നാണോ കരുതിയത്? 2016 കേരളത്തിൻ്റെ സർവനാശം തുടങ്ങുന്നതിന് മുൻപ്, അതായത് പിണറായി വിജയൻ മുഖ്യമന്ത്രിയാകുന്നതിന് മുൻപ് കേരളത്തിൻ്റെ പൊതുകടം 1,57,370 കോടിയായിരുന്നു. ഇന്നത്, അതായത് വെറും 9.5 കൊല്ലങ്ങൾ കൊണ്ട് കേരളത്തിൻ്റെ പൊതുകടം 4.5 ലക്ഷം കോടി കവിഞ്ഞിരിക്കുന്നു. ആരാണ് ഉത്തരവാദി? പിണറായി വിജയൻ. പിണറായി വിജയനാണ് പ്രധാന ഉത്തരവാദി. ഓർമ്മയുണ്ടോ? പൊതുഖജനാവിൽ നിന്ന് 1,05,00,000 രൂപ മുടക്കി ഒരു ബസിൻ്റെ ചേസിസ് എടുത്ത് ബോഡി ചെയ്ത് അതിൽ പിണറായി വിജയൻ ഇരിക്കാൻ ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത ബാർബർ ഷോപ്പിലേതുപോലുള്ള കറങ്ങുന്ന കസേരയും ലിഫ്റ്റും ഫിറ്റ് ചെയ്ത് കൂട്ടുമന്ത്രിമാരെയും കൂട്ടി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടത്തിയ നവകേരള സർക്കിട്ട് ഓർമ്മയുണ്ടോ? കരിങ്കൊടി കാണിച്ചെന്ന് പറഞ്ഞ് എത്ര പേരെയാണ് തല്ലിച്ചതച്ചത്? എത്ര പേർക്കെതിരെയാണ് കള്ള കേസുകളെടുത്തത്? ഭാര്യയെയും മകളെയും ചെറുമകനെയും കൂട്ടി എത്രയോ വിദേശയാത്രകൾ നടത്തി പല കാരണങ്ങൾ പറഞ്ഞ്. റൂം ഫോർ റിവർ പദ്ധതി പഠിക്കാൻ, നിക്ഷേപം കണ്ടെത്താൻ, അങ്ങനെ എന്തെല്ലാം കാരണങ്ങൾ. പേരിനെങ്കിലും എന്തെങ്കിലും ഒന്ന് നടന്നോ ഇവിടെ? ഇവിടെ EMSൻ്റെ കാലം തൊട്ട് സർക്കാരുകളുണ്ട്. EMSും ശങ്കറും നായനാരും ആന്റണിയും അച്യുതാനന്ദനും തൊട്ട് ഉമ്മൻചാണ്ടി വരെ ഭരിച്ചിരുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. എല്ലാ കാലത്തും അഴിമതിയും ഉണ്ടായിരുന്നു, ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ. പക്ഷേ ഇതുപോലെ ജനങ്ങളെ ദ്രോഹിച്ച, പൊതുഖജനാവ് കൊള്ളയടിച്ച, സ്വജനപക്ഷപാതം കാണിച്ച, പോലീസിനെ ദുരുപയോഗം ചെയ്ത മറ്റൊരു ഭരണമില്ല. ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഒരു ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുത്തിട്ടിട്ട് 1 കൊല്ലം കൊണ്ട് പൊതുഖജനാവിൽ നിന്ന് പൊടിച്ചത് 22.5 കോടി രൂപയാണ്. എന്നിട്ട് പറന്നതോ വെറും 5 തവണ. രണ്ടാമത് ഹെലികോപ്റ്റർ എടുത്തു വാടകയ്ക്ക്, ഇത്തവണ മാസം 85 ലക്ഷം രൂപ. എന്തിനാണത്? പിന്നെ കാറ് കടം കയറി മുടിപ്പിച്ചിട്ടിട്ട് വീണ്ടും വാങ്ങുന്നു. 1,10,00,000 മുടക്കി വീണ്ടും കാറ്, അതും വെറും 6 മാസത്തേക്ക്. ഇവിടുത്തെ പട്ടിണി പാവങ്ങളിൽ നിന്ന് നികുതികളായും പിഴകളായും പിടിച്ചുപറിക്കുന്ന പണമല്ലേ പിണറായി വിജയ ഇത്? ശബരിമലയിലെ സ്വർണം കടത്തി, ഒരു ചെറുപ്പക്കാരനെ ലൈംഗിക പീഡന പരാതി എന്ന് പറഞ്ഞ് സമാനതകളില്ലാതെ വേട്ടയാടി, അതും സ്വന്തം പാർട്ടി MLAയുടെ വിക്രിയകളെക്കുറിച്ചുള്ള പരാതി പൂഴ്ത്തിവെച്ചിട്ട്. പണം കൊടുത്ത് വിദൂഷകന്മാരെ കൊണ്ട് പുകഴ്ത്തുപാട്ട് എഴുതിയിട്ടോ തൊഴിലുറപ്പ് സ്ത്രീകളെ കൊണ്ടുവന്ന് മെഗാ തിരുവാതിര കളിപ്പിച്ചിട്ടോ യാതൊരു കാര്യവുമില്ല. മനുഷ്യത്വവും ധാർമ്മികതയും ഒക്കെ വേണം, പ്രത്യേകിച്ചൊരു ഭരണാധികാരിക്ക്. എത്രയോ തവണ സാധാരണക്കാരെ ആട്ടിപ്പായിച്ചു. മുഖ്യമന്ത്രി കടന്നു പോകുന്ന ഇടങ്ങളിൽ സാധാരണക്കാരായ ജനങ്ങളെ എത്രയോ മണിക്കൂറുകൾ വെയിലും മഴയും സഹിച്ച് പിടിച്ചു നിർത്തിച്ചു പോലീസുകാർ. ഞങ്ങളെന്താ, ജനങ്ങളെന്താ മാടുകളാണോ? പശ്ചിമ ബംഗാളിൽ ബുദ്ധദേവ് ഭട്ടാചാര്യയ്ക്കും ജ്യോതി ബാസുവിനും 33 കൊല്ലങ്ങൾ വേണ്ടി വന്നു കമ്മ്യൂണിസത്തെ തകർക്കാൻ. ഇവിടെ കേരളത്തിൽ പിണറായി വിജയന് വെറും 9 കൊല്ലങ്ങൾ പോലും വേണ്ടി വന്നില്ല. ഇടതുപക്ഷത്തിൻ്റെ ഇന്നത്തെ പരാജയത്തിൽ കേരളത്തിലെ പൊതുജനങ്ങൾ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട്, CPMകാർ ഉൾപ്പെടെ.
ഇന്ന് ഇടതുപക്ഷം തകർന്നു തരിപ്പണമായതിൻ്റെ പ്രധാന ഉത്തരവാദി പിണറായി വിജയനാണ്. ഇനി വെറും 6 മാസങ്ങൾ. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി അത്രയേ ഉള്ളൂ. തോറ്റു തുന്നം പാടും. തർക്കമില്ലാത്തൊരു കാര്യമാണ്. ഒരു പരിധി കഴിഞ്ഞാൽ കമ്മ്യൂണിസം തുലയേണ്ടത് ആ പ്രസ്ഥാനം നിലനിൽക്കുന്ന നാടിൻ്റെ വികസനത്തിനും ഉയർച്ചയ്ക്കും ജനങ്ങളുടെ മനസമാധാനത്തിനും ആവശ്യമാണ്. വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിൻ്റെ സൂചനയാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലവും. ഓർത്താൽ നല്ലത്.